കോൺഗ്രസ് എന്ന ആ പ്രസ്ഥാനത്തിൽ ജനങ്ങൾ ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? അത് ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വ ചിന്തകളാണ്. അതായത് കലർപ്പില്ലാത്ത, വെള്ളം ചേർക്കാത്ത മതേതര ചിന്താഗതി, സെക്കുലറിസം. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നിലനിൽപ്പിനായി, ഈ ബഹുസ്വരതയുടെ നിലനിൽപ്പിനായി നമ്മുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടിയാണെന്ന് അങ്ങ് ഓർക്കണം. ഇന്ത്യയുടെ വൈവിധ്യത്തെ നിലനിർത്തിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന, ഒരു തരത്തിലുള്ള ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മതസ്ഥരെയും ഒരേ രീതിയിൽ കാണുന്ന, ഒരു മതത്തോടും പ്രത്യേക താല്പര്യമില്ലാതെ, ഒരു മതത്തെയും അകറ്റാതെ നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. വെള്ളം ചേർക്കാത്ത മതേതരത്വമാണ് കോൺഗ്രസിൻ്റെതെന്ന് പറയുമ്പോൾ ആ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് എന്താണ് പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതല്ലേ? തർക്കിക്കാൻ റജിക്കും കഴിയില്ല, റജിയും കേട്ടതാണ്, നമ്മളെല്ലാവരും കേട്ടതാണ്. അതേ ജമാഅത്തെ ഇസ്ലാമിയുടെ സൈദ്ധാന്തികനായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞ എന്താണ്? ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയരുതേ, ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയരുത് എന്നതായി ഇപ്പോഴും പറയുകയാണ്. അവരുടെ രാഷ്ട്രീയ മുഖം നിങ്ങൾക്കൊപ്പം സഹകരിക്കുന്ന ഒരു കാലത്തും അത് കൃത്യമായി അവർ ആ നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. എന്താ സംശയം? എന്നിട്ടും ആ നിലയിൽ വെള്ളപൂശിയത് പ്രതിപക്ഷ നേതാവാണ്. AK ആന്റണി മുമ്പ് പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങൾ സംഘടിതരായി നിന്ന് കാര്യങ്ങൾ പിടിച്ചു വാങ്ങുന്നു എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ മതപരമായ കാര്യങ്ങളെക്കുറിച്ചല്ലല്ലോ, അതിൻ്റെ നേതൃത്വത്തെക്കുറിച്ചല്ലേ? വ്യക്തമല്ലേ ആരെക്കുറിച്ചാണെന്ന്? പക്ഷേ എന്നിട്ടും അദ്ദേഹത്തെ ആരെങ്കിലും നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പോലെ വർഗീയവാദി എന്ന് വിളിക്കാനോ അദ്ദേഹത്തെ ന്യൂനപക്ഷ വേറൊരു തരത്തിൽ അദ്ദേഹത്തെ ചാപ്പകുത്തി ആക്രമിക്കാനോ തുനിഞ്ഞിട്ടില്ല. ആ പ്രചാരണമാണ് ഇന്നിപ്പോൾ നിങ്ങൾ പറയുന്ന ഈ പറഞ്ഞ കലർപ്പില്ലാത്ത മതേതരത്വം പറയുന്ന കോൺഗ്രസ് കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയും മഹത്വവും അല്ലേ? മറ്റുള്ളവർ പറഞ്ഞാൽ ഉടൻ തന്നെ മുസ്ലിം സമുദായത്തിന് എതിരാണെന്നുള്ള ചാപ്പകുത്തലും. എന്ത് രീതിയാണ്? ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു മതരാഷ്ട്രവാദ സങ്കല്പം ഉന്നയിച്ച് കൊണ്ടുവരുന്ന ഒരു പാർട്ടിയുമായിട്ട് അല്ല UDFന്റെ ബന്ധം അങ്ങ് മനസ്സിലാക്കണം. അവർ വോട്ട് നൽകാമെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ വിഭാഗമാണ്. ആ പൊളിറ്റിക്കൽ വിഭാഗമാണ് വെൽഫെയർ പാർട്ടി. 2011 രാഷ്ട്രീയ പാർട്ടിയല്ലോ, അല്ല RSS രാഷ്ട്രീയ പാർട്ടിയല്ല, BJP രാഷ്ട്രീയ പാർട്ടിയാണ്. RSSും BJP തമ്മിലുള്ള ബന്ധം എന്താണ്? RSSന്റെ പൊളിറ്റിക്കൽ വിഭാഗമാണ് BJP എന്ന് ആണ്, അതിൽ തർക്കമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ വിഭാഗമാണ് വെൽഫെയർ പാർട്ടി. ശ്രീ സജീഷ്, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടി മതത്തെ ദുരുപയോഗിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തിച്ചതിൻ്റെ ഒരു ചിത്രമാണ്, ഒരു വിവരമാണ്. ഇത് പുതിയതൊന്നുമല്ല, ആ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വലിയ വാർത്തയായി വന്നതാണ്. ഇത് ചൂണ്ടിക്കാട്ടുന്നു. അപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ചൂണ്ടിക്കാട്ടുമ്പോഴൊക്കെ കോൺഗ്രസ് സഹയാത്രികനായ ശ്രീ റജി അതിന് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു കോൺഗ്രസ് ഭാഷ്യം താങ്കൾ ശ്രദ്ധിച്ചല്ലോ. താങ്കൾക്കതിൽ അദ്ദേഹത്തിന് മറുപടിയോ വിയോജിപ്പായി കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലാകാം. അതിനുശേഷം ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക്, റജിയിലേക്കും അതിനുശേഷം വരാം. അല്ല, ഒരു കാര്യം എന്താ വെച്ചാൽ താങ്കളിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ വിഷ്വൽ, ആ വിഷ്വൽ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ പറഞ്ഞ കാര്യമാണ്. അതായത് ഒരു സംഘടനയുടെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നയാളാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെല്ലാമാണ് ഇവർ കാട്ടിയത്? ഇതേ സ്ഥലത്ത് തന്നെയാണല്ലോ പള്ളിക്ക് നേരെ അക്രമം ഉണ്ടാകുന്നു, പള്ളി പൊളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു സ്ഥാനാർത്ഥി വലിയ കലാപം ഉണ്ടാക്കുന്ന രീതിയിൽ വിളിച്ചു പറയുന്ന വോയിസ് നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ? എന്തുകൊണ്ട് ഇവരിങ്ങനെയാകുന്നു? അപ്പുറത്ത് മതമാണ് പ്രശ്നം എന്ന് പറയുന്ന KM ഷാജി, നേരത്തെ ശ്രീ റജി ഭരണഘടനയെക്കുറിച്ചും ഭരണഘടനാപരമായി ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞു. രാഷ്ട്രീയത്തിൽ മതം കൊണ്ടുവരരുത് എന്നെല്ലാം ഉള്ളതിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പിൽ അയോഗ്യനാക്കപ്പെട്ട ഒരാളാണ് KM ഷാജി. നിങ്ങൾ എന്ത് നിലപാടാണ് ആ ആളോട് സ്വീകരിക്കുന്നത്? അദ്ദേഹമാണ് വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിലേക്ക് വരുന്നത് ഒരു വിഭാഗത്തിന് വേണ്ടിയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന രീതിയിൽ പരസ്യമായി പറയുക. ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ നിങ്ങളുടെ നേതൃത്വം തയ്യാറായിട്ടുണ്ടോ? നിങ്ങളുടെ നേതൃത്വം തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അതിനെ ഒരു വശത്ത് പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പുറത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കക്ഷികൾ, ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ മോദിയെ സ്തുതിക്കുന്നു. മോദിയെ ഇത്രമേൽ സ്തുതിക്കുന്ന ഒരാൾ വേറെ ഉണ്ട് എന്ന് കരുതാൻ വേണ്ടി പറ്റുമോ? മോദിയെ സ്തുതിക്കാൻ വേണ്ടി നിങ്ങളുടെ നേതൃത്വമായ സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഉൾപ്പെടെയുള്ള ആളുകളുടെ അവരുടെ കുടുംബവാഴ്ചയെ ഉൾപ്പെടെ തള്ളിപ്പറയുന്നു. എന്നിട്ട് പോലും ഒറ്റ അക്ഷരം പ്രതികരിക്കാൻ തയ്യാറാകാതെ നിസ്സംഗമായി നിൽക്കുന്ന കോൺഗ്രസെ നിങ്ങളാണോ മതനിരപേക്ഷവാദികൾ എന്ന് പറയുന്നത്? ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കലർപ്പില്ലാത്ത മതനിരപേക്ഷ, നിങ്ങൾ ഈ ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ കലർപ്പില്ലാത്ത മതനിരപേക്ഷതയുള്ള നിങ്ങളെ എന്തുകൊണ്ട് സംഘപരിവാരം എതിർക്കുന്നില്ല? നിങ്ങൾ ഭരണഘടനയും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെക്കുറിച്ച് പറഞ്ഞു. 1925 RSS രൂപീകരിക്കുന്നത്. RSSന്റെ താത്വിക ഗ്രന്ഥമായിട്ടുള്ള വിചാരധാരയിൽ ഒന്നാമത്തെ ശത്രുവായി മുസ്ലിമിനെയും രണ്ടാമത്തെ ശത്രുവായി ക്രിസ്ത്യാനിയെയും മൂന്നാമത്തെ ശത്രുവായി കമ്മ്യൂണിസ്റ്റുകാരെയും കാണുന്നു. അവരെ ഉന്മൂലനം ചെയ്യണമെന്നാണ് ആഹ്വാനം ചെയ്യുന്നത്. എന്തേ നിങ്ങൾ ഈ പറഞ്ഞ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയിലെ കോൺഗ്രസ് ഒരു 4ാമത്തെയോ 5ാമത്തെയോ 10ാമത്തെയോ ശത്രുവായി ആ വിചാരധാരയിൽ പരാമർശിക്കപ്പെടാതെ പോയതിൻ്റെ കാരണം ആ വിചാരധാര എഴുതി ഉണ്ടാക്കിയ
ഈ പറഞ്ഞ ആശയത്തെ ഇന്ത്യൻ സമൂഹത്തിലേക്ക് വിഷലിപ്തമായി കടത്തിയ ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിന് താഴെ തിരികൊളുത്താൻ കോൺഗ്രസിൻ്റെ നേതാവുണ്ടാകും വി ഡി സതീശനെ പോലെ. അതുകൊണ്ട് അവർ ശത്രുവല്ല എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ്. അതാ വ്യത്യാസം. ഞങ്ങൾ അതിന് കിട്ടില്ല, തല പോയാലും അതിന് നിൽക്കില്ല. ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിൻ്റെ താഴെ തല താഴ്ത്തി തിരി തെളിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും കിട്ടില്ല. അങ്ങനെ തെളിച്ചാൽ ആ കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചു എന്നതിൻ്റെ അർത്ഥം. പിണറായി വിജയന്റെ തലയ്ക്ക് വില പറയുമ്പോഴാണ് സതീശൻ തല കുനിച്ച് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ ഈ തിരി കൊളുത്തുന്നത്. ഇതാ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ എല്ലാവരുമായും സന്ധി ചെയ്യുകയാണ്. ആ സന്ധി ചെയ്യൽ കേരളത്തിന് അപകടമാണ് എന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അത് തിരിച്ചറിയാൻ മതനിരപേക്ഷ കേരളത്തിന് സാധ്യമാകും.